ശശി തരൂരിന്റെ വാക്കുകൾ ചില മാധ്യമങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ പ്രശ്നമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ശ്രീ തരൂരിന്റെ ഇന്റർവ്യൂ അങ്ങ് മുഴുവൻ കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മുഴുവൻ കണ്ടു. ആ ഇന്റർവ്യൂവിൽ ഉടനീളം അദ്ദേഹം പറയുന്നത് അടുത്ത തവണ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനെ പറ്റിയിട്ടാണ്. 2029 കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാനും പറയുന്നത് തന്നെയാണ്. 2026 കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് എന്തെല്ലാം മാർഗങ്ങൾ, അതാണ് എൻ്റെ പോയിന്റ്. ശ്രീ തരൂരിൻ്റെയും പോയിന്റ് അത് തന്നെയാണ്. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പോയിന്റ് അത് തന്നെയാണ്. പോയിന്റ് ഒന്ന് തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയുന്ന ചില വാക്കുകളെ വേറെ തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഈ ഇന്റർവ്യൂവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കണ്ടിട്ട് ഞാനും സത്യത്തിൽ ആ വാർത്ത കണ്ടിട്ട് ശ്രീ തരൂരിനെ പോലെ ഒരാൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഈ പത്രസമ്മേളനത്തിൽ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടുള്ള എൻ്റെ അഭ്യർത്ഥന, തരൂർ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് തലക്കെട്ട് ദയവീത് ആരും കൊടുക്കരുത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊരു വലിയ മുഴുനീള സെൻറ്റൻസാണ്. രാജ്യത്തേക്ക് വരുമ്പോൾ ശ്രീ തരൂരിനെ പോലെ ഒരാൾക്ക് കോൺഗ്രസ് അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ഒരാൾക്ക്, ശ്രീ തരൂരിനെ പോലെ സെക്കുലറായ ഒരാൾക്ക്, ശ്രീ തരൂരിനെ പോലെ ഡെമോക്രാറ്റിക്കായ ഒരാൾക്ക്, ശ്രീ തരൂരിനെ പോലെ റിപ്പബ്ലിക്കൻ മെൻറ്റാലിറ്റി ഉള്ള ഒരാൾക്ക് കോൺഗ്രസ് അല്ലാതെ ഏത് ഓപ്ഷൻ ഉള്ളത്? കോൺഗ്രസ് അല്ലാതുള്ള ഓപ്ഷൻ ചിന്തിച്ച സമയത്തൊക്കെ രാജ്യം അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തിനും ശ്രീ തരൂരിനും എനിക്കും നിങ്ങൾക്ക് പോലും കോൺഗ്രസ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. 2026 കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ തെറ്റായി ചിത്രീകരിക്കുന്നുണ്ട്. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ശശി തരൂരിനില്ല. തർജ്ജമ ചെയ്യുന്നതിൽ മലയാള മാധ്യമങ്ങൾക്ക് പ്രശ്നമുണ്ട്. കോൺഗ്രസ് അല്ലാതെ മറ്റു വഴികളുണ്ട് എന്നല്ല പറഞ്ഞത്. രാഷ്ട്രീയത്തിന് പുറമെ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. തരൂർ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുമെന്ന് കരുതുന്നില്ല. 2026 കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതാണ് അദ്ദേഹം പറയുന്നത്. ശശി തരൂരിനെ പോലെ ചിന്തിക്കുന്ന ഒരാൾ കോൺഗ്രസ് അല്ലാതെ മറ്റു ഓപ്ഷൻസ് ഇല്ല. ആശാവർക്കർമാരുടെ സമരം വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യം. PSCക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാമെങ്കിൽ ആശാവർക്കർമാർക്കും വർദ്ധിപ്പിക്കാം. യൂത്ത് കോൺഗ്രസ് സമരക്കാരെ വാഹനത്തിൽ നിന്നിറങ്ങി അഭിവാദ്യം ചെയ്യുന്ന മന്ത്രി സമരക്കാരെയും അഭിവാദ്യം ചെയ്യണം. പശ്ചിമ ബംഗാളിൽ ആശാവർക്കർമാർക്ക് പിരിഞ്ഞു പോകുമ്പോൾ പണം നൽകുന്നു. കേരളത്തിൽ ടാറ്റ ബൈ ബൈ മാത്രമാണ്. കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ല. നല്ല മാതൃകകൾക്ക് താരതമ്യം ചെയ്യാം. ആരോഗ്യത്തിൽ മാത്രം നമ്പർ 1 ആയാൽ മതിയോ? ശമ്പളത്തിൽ വേണ്ടേ എന്നും രാഹുൽ പറഞ്ഞു. PSC മെമ്പർമാരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ശമ്പളം 3.5 ലക്ഷം ആക്കി. 2,30,000 ആയിരുന്നു. അതായത് പ്രവൃത്തി ദിവസം എടുത്തിടുമ്പോൾ പ്രതിദിനം ഏതാണ്ട് 10,000 രൂപ ശമ്പളം പോരാ ബഹുമാനരായ PSC മെമ്പർമാർക്ക് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് സർക്കാർ 10,000 പോരാ, ആ സാധു മനുഷ്യന്മാർക്ക് 2,500 രൂപയും കൂടെ പ്രതിദിനം കൂട്ടിക്കൊടുക്കണം, 12,500 ആക്കണം എന്ന് കരുതിയിട്ടാണല്ലോ അത് കൂട്ടിക്കൊടുത്തത് പ്രതിദിനം. അപ്പോൾ പിന്നെന്താ, 7,000 പ്രതിമാസം ഓണറേറിയം വാങ്ങിക്കുന്ന ആളുകൾക്ക് 21,000 രൂപയെന്ന് അവരുടെ ഡിമാൻഡ് അംഗീകരിച്ചു കൊടുക്കാൻ എന്താ പ്രയാസം? ആശാ വർക്കർമാർ പിരിഞ്ഞു പോകുമ്പോൾ കേരളത്തിൽ ടാറ്റ ബൈ ബൈ മാത്രമേ ഉള്ളൂ. പശ്ചിമബംഗാൾ സർക്കാർ, ഇവർ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ നിന്ന പശ്ചിമബംഗാൾ സർക്കാർ, ഇവരിറങ്ങിപ്പോയതിന് ശേഷം ശ്രീമതി മമതാ ബാനർജി 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താ മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കുന്നത്? അതിലങ്ങ് മാതൃകയാക്കുക. ഏത് മാതൃകയാണ് സ്വീകരിക്കേണ്ടത്? നല്ല മാതൃകകൾ. നമ്മുടെ ആശാ വർക്കർമാരുടെ പങ്ക് ചെറുതാണോ? മറ്റേതെങ്കിലും സംസ്ഥാനത്തിനകത്ത് ആശാ വർക്കർമാർക്ക് ഇത്രയേറെ ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്? UTV ന്യൂസ്, പാലക്കാട്.